അവിടെ കിടപ്പുണ്ട് ഗൈസ്. എന്നോട് ഇഞ്ചി കൃഷിയാന്ന് തോന്നുന്നു, ഇഞ്ചിയുടെ എന്തോ കൃഷിത്തോട്ടം അവിടെ മൊത്തം ഇഞ്ചിയാണോ എന്നാന്ന് അറിയത്തില്ല, എന്തോ കൃഷിയുണ്ട് ഹൈവേ. ഈ റോഡിലെ നമ്മൾ ബാംഗ്ലൂരിന് നമ്മൾ ഗോവയ്ക്ക് പോകുന്ന റോഡ് വണ്ടിത്തിരക്ക് കുറവുള്ളൊരു റോഡാണ്. വാഹനങ്ങൾ തീരെ തീരെ കുറവാണ്. കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പം നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കലക്കി ഒഴിച്ചപ്പോൾ വണ്ടിക്ക് ആ ഉള്ളു നോക്കി പോകുന്നത്. വണ്ടി ഫുള്ള് എന്തോ സാധനം ഇവിടെ വന്നപ്പോഴേ ഞാൻ വണ്ടി നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വണ്ടിക്കകത്ത് എന്തോ എലിയോ എന്തോ സാധനം കയറി മൊത്തം നശിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അത് എല്ലാം സെറ്റാക്കി ഇന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്തിട്ട് എൻ്റെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും വണ്ടി വയറൊന്നും കട്ടാക്കിയിട്ടില്ല. എന്തായാലും ആരുടെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവണ്ട വണ്ടി ഡ്രൈവായിട്ട്. നേരെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാൻ ഹുബ്ലിക്ക് പോകും. ഹുബ്ലിയിൽ നിന്ന് നേരെ ഗോവ. എന്ത് മനോഹരമായ സ്ഥലമാണ്, അടിപൊളി സ്ഥലം. കണ്ടപ്പോൾ നിർത്താൻ തോന്നുന്നു. നിർത്തിയതാണ്. ഗ്രീനറിയായിട്ട് അടിപൊളിയായിട്ട് നല്ല ഭയങ്കര പച്ചപ്പൊക്കെ ആയിട്ട് ഗൈസ്. ഞാനും ട്രെയിനും കൂടെ ഒരുമിച്ച് പോവാണ് ഗൈസ്. നമ്മൾ ഹുബ്ലിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹുബ്ലിയിലാണ് നമ്മൾ നിലവിലുള്ളത്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ട് കർണാടകയിലാണ് നിലവിലുള്ളത്. അപ്പം ചെറിയ ഒരു റോഡിലൂടെയാണ് ഇപ്പോൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. 4 മണിക്കൂർ ഇവിടുന്ന് 146 കിലോമീറ്റർ 4 മണിക്കൂറാണ്. ഹുബ്ലിയിലുള്ള ഒരു കാടാണ്. ഹുബ്ലിയിൽ നിന്ന് നമ്മൾ ഹുബ്ലി സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. അവിടെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതാണ് ചെറിയ റോഡ്. ഞാൻ ആ വഴി വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത്. ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ഗോവ വന്നിട്ടുണ്ട്, ഹുബ്ലിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ്. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം മൃഗങ്ങളെയൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കാണിക്കാം ഗൈസ്. ഗോവയിൽ ഭയങ്കര മഴയാണ്. വന്നത് പോസ്റ്റാക്കി ഗോവയിൽ വന്ന് ആകെ പ്രശ്നമായി. ഇത് ഫസ്റ്റ് ചെക്ക് ഔട്ടായി. രാവിലെ ഞാൻ റൂം എടുത്തു. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നല്ല ഗ്രീൻ സ്വിമ്മിംഗ് പൂളാണുള്ളത്. ഇവിടുന്ന് ഇന്നലെ 2000 രൂപ എടുത്തു റൂം എടുത്ത്. അപ്പം ഇന്ന് വേറെ റൂം ഇന്നലെ 2000 രൂപ എടുത്താണ് റൂം എടുത്തത്. അപ്പം ഇന്ന് വേറെ റൂം എടുക്കാനുള്ള പ്ലാനാണ്. അപ്പം പുറത്തോട്ട് പോവാണ് സ്വിമ്മിംഗ് പൂൾ. അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വണ്ടി എടുത്ത് കാറെടുത്ത് വലിയ ഒരാൾ വന്ന് നല്ല ചോദിച്ചു റൂം വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ വന്ന് നല്ല രാത്രി ഒത്തിരി ലേറ്റായിട്ട് വന്നുകൊണ്ട് പുള്ളിയായിട്ട് ഭയങ്കര ടയർഡല്ലേ. അപ്പം ഞാൻ ആലോചിച്ചെന്ന് പുള്ളിയുടെ കൂടെ പോയി റൂം എടുത്ത് പുള്ളിയോട് നിന്നാലോന്ന് ആലോചിച്ച് അങ്ങനെ ഇവിടെ വന്നപ്പം പുറത്തൊക്കെ 2000-3000 രൂപ ചാർജാണ്. നല്ല ചെറിയ റോഡായി. നമ്മുടെ കാർ പാർക്കിംഗ് വഴിയാണ്. കാർ പാർക്കിംഗ് നമ്മൾ താമസ ഹോട്ടൽ അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മുടെ താമസ ഹോട്ടൽ. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്ത് കാർ മൊത്തം ചെളിയായി. വണ്ടി ഫുള്ള് ചെളിയായി. മൊത്തം ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നത്, ഗോവയിൽ വാടകയ്ക്ക് കിട്ടുന്നത്. നമ്മൾ ഇവിടുത്തെ റേറ്റ് ഇത്ര 500 രൂപയാണെന്ന് തോന്നുന്നു പെർ ഡേ റെൻറ്റ്. നമ്മുടെ എന്തെങ്കിലും വാലിഡ് ആയ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 ഡേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തരും. അപ്പം ഈ ഒരു സ്കൂട്ടർ നമുക്ക് 2 വീലർ നമുക്ക് ഗോവയിൽ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാൻ പറ്റും.
അപ്പോൾ അവർ റെൻ്റ് സ്കൂട്ടറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് വണ്ടി ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്കൂട്ടറൊക്കെ എടുത്തൊന്ന് കറങ്ങാൻ പറ്റും ഒരു 2 ഡേയ്സ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു തുക തന്നെ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ സൂക്ഷിക്കുക, നല്ല കെയറായിട്ട് കൊണ്ടുപോവുക. വണ്ടി എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്തെടുക്കുക. അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പല ആൾക്കാർ പറയുന്നുണ്ട് വണ്ടി സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം എടുത്തു, നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഗൈസ്, കയറാൻ പോണ് ഗൈസ്. Dale play. Tus canciones favoritas, tus artistas favoritos. Bienvenidos a Dale Play Radio aquí por Apple Música. Bueno, con ustedes Lechero en vivo desde Los Ángeles, la LA. Y no se les olvide que aquí está la estación de todos los hits de la música. ഇടാൻ പോകുന്ന ആൾക്കാരുടെ വീട്ടിൽ അബുവാബയിലുള്ള ഇവിടെ ഒത്തിരി വള്ളങ്ങൾ കിടപ്പുണ്ട് ഈ സൈഡിലാണ്. ഇവിടെ എല്ലാം ബോട്ടിങ്ങിൻ്റെ ആൾക്കാരുടെ ബോട്ടിങ് നടത്തുന്ന ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരുടെ വീടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പഴയ ആൾക്കാരില്ലേ, പണ്ട് മുക്കുവന്മാരൊക്കെ താമസിച്ചിട്ടില്ല, അവരുടെ വീടായിരിക്കും. അവരൊക്കെ ബാക്കിലോട്ടൊക്കെ വീടൊക്കെ എടുത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ പോയിട്ട് അവിടുന്ന് നേരെ ചെറിയ വഴി കൂടെ നമ്മളെ ഹോട്ടലിലോട്ട് പോവാം. നമ്മൾ ബീച്ച് സൈഡിലാണ് ഹോട്ടലെടുത്തത്. വില്ലയാണ്, ഹൗസിലാണ് നമ്മുടെ റൂം. ഇത് ഗോവൻ അതിർത്തിയിലുള്ള ഇതുണ്ടോ, ഇതൊരു പഴയ ബിൽഡിങ്ങാണ് ഗോവൻ. ഇത് നമ്മുടെ റോഡ്, ഈ റോഡിൽ കൂടെയാണ് നമ്മൾ മെയിൻ.
താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. താഴത്തെ റൂമാണ്. സ്റ്റേ ചെയ്ത് ഈ വീട്ടിലാണ് സ്റ്റേ ചെയ്ത്. ഇതെല്ലാം ഗോവക്കാരുടെ ഹോം സ്റ്റേ ആണ്. അത് 1500 രൂപയാണ്. ഇപ്പോൾ സീസൺ ഉള്ളതുകൊണ്ട് 1500 രൂപ വിലയാണ് ചാർജ്. ഗോവയുടെ വിടയാണ് ഗായസ്. ഗോവയിൽ നിന്ന് വിടുവാണ് രാവിലെ. ഞാനിവിടെ വണ്ടി നിർത്തി. ഇവിടെ നേരെ മംഗലാപുരം, കാലിക്കറ്റ്, തൃശ്ശൂർ, കോട്ടയം വഴികളിലൂടെയുള്ള കാഴ്ചകളാണ്. ഇതെല്ലാം റെന്റ് 2 വീലറാണ് കേട്ടോ. ഇവിടെ വന്ന് എടുക്കുന്നവർ പെട്ടുപോകരുത്. എല്ലാം നോക്കിയിട്ടൊക്കെ എടുക്കാറുള്ളൂ. എല്ലാം പണി പാളും. വീട് കുടുംബം പണയം വെക്കേണ്ടി വരും ഈ ചെറിയ 1 ലക്ഷം രൂപയുടെ സ്കൂട്ടറിൽ. അപ്പം സൂക്ഷിച്ചെടുക്കുക. ഗോവയിൽ വരുന്ന ആൾക്കാർ, ഗോവയിൽ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ ആകർഷണത്തിന് വേണ്ടി വിളിക്കും. ഒരിടത്തും ആരും പോകരുത് ഗൈസ്. ഗോവൻ ബസ് വരുന്നുണ്ടോ? തനീഷ. പാലമുണ്ട്, ഒരു 3 പാലമൊക്കെ TV സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഗോവ കാണിക്കുമ്പോൾ ആദ്യം അതാ കാണിക്കുന്നത്. ആ ഒരു സ്ഥലത്തോട്ടാണ് ഗൈസ് പോകുന്നത്. ഞാൻ പനജി കയറി കാസിനൊക്കെ കണ്ട് അവിടുന്ന് നേരെ ഒറ്റ വെടിയിൽ മാപ്സ, പനജി, കണ്ടോലിയം, ഫോർട്ട് അഗോഡ ഇത്ര സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഫോർട്ട് അഗോഡ നേരെയാണ്. വന്നിട്ട് ഗോവയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മദ്യപിക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അതായത് മദ്യം ചീപ്പ് റേറ്റാണ്. എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കുക. ഏത് മുക്കിലും മൂലയിലും പോയി മദ്യം കുടിക്കാം. ബിയർ, ലിക്കർ, എല്ലാ സാധനം. ദോശ കഴിക്കുന്ന കട വരെ ബിയറുണ്ട്. നോർമൽ സാധാരണ തട്ടുകട വരെ ബിയറും മദ്യവും വിൽക്കുന്ന കടകളാണ്. അവിടെ എവിടെ വേണമെങ്കിലും ചെന്നാൽ കിട്ടും. എവിടെ നിന്ന് വേണമെങ്കിലും കുടിക്കുകയും ചെയ്യാം. അപ്പം വെള്ളം അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗോവ വന്നുള്ള അടിച്ചു പൊളിക്കാം. എന്നെപ്പോലെ മദ്യമൊന്നും കഴിക്കാത്ത പയ്യന്മാരാണെങ്കിൽ വേസ്റ്റാണ്. വന്നിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ ഇറങ്ങി നടക്കാൻ, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, വെള്ളത്തിൽ ഇറങ്ങി ഒരു ഫീൽ അല്ലേ. കേരളം പോലെ ഇരിക്കും ഏകദേശമൊക്കെ. പക്ഷെ ഒരു വെറൈറ്റിയാണ് ഗോവൻ തീരങ്ങൾ. അവിടുത്തെ ഡ്രസ് സ്റ്റൈല് സാധാരണ മിഡിയും ടോപ്പ് ആ ടൈപ്പ് മിഡിയാ ഇട്ടേക്കുന്ന എല്ലാ ആൾക്കാരും. ഒരു 60 വയസ്സുള്ള ചേച്ചിമാർ വരെ മിഡിയ ഇട്ടേക്കുന്നത്. അപ്പം പഴയ ആ സ്റ്റൈൽ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഗോവയിൽ പെട്രോളിന് 96 രൂപ. പമ്പിൽ കയറിയിരിക്കുകയാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ്. 96 രൂപയാണ് കോഫിക്ക്. നമ്മുടെ അവിടുത്തെ 8 രൂപ റേറ്റ് വ്യത്യാസമുണ്ട്. 8 രൂപയോളം വ്യത്യാസമുണ്ട്. നമ്മൾ ഗോവ ബോർഡർ വിടുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് ഒന്നും കൂടെ അടിക്കും. നമ്മൾ 2-3 പേര് പോകണം ഗോവയിൽ. അതായത് ത്രില്ലിംഗ് ഉള്ള യാത്രയ്ക്ക് ഒരു ത്രില്ലിംഗ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക്സ് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അടിച്ച് പൊളിക്കാം ഗോവയിൽ. ഞാനൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് അതുവഴി പുകയടിച്ചപ്പം തന്നെ എൻ്റെ പരിപാടിയെല്ലാം തീർന്നു. തലകറക്കം വന്നിരിക്കും. പിന്നെ
കാർവാറിലാണ് ഗൈസ്. ഇവിടുന്ന് ഗോകർണയ്ക്ക് 37 കിലോമീറ്ററും കന്യാകുമാരി 961 കിലോമീറ്ററും ആണ് ഗൈസ്. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം, നല്ല സൂപ്പർ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പം എൻ്റെ അതിൽ നല്ലൊരു അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, അടിപൊളി പ്ലേസാണ്, സൂപ്പർ പ്ലേസാണ്. ഗൈസ്, ഈ സ്ഥലത്താണ് നമ്മുടെ അർജുൻ്റെ ലോറി പോയിട്ട്, ഈ സ്ഥലത്താണ് ഇവിടെ വെച്ചാൽ ലോറി വെള്ളത്തിൽ പോയത്. ഇവിടെ എങ്ങാണ്ട് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്താണ് വെളിയിൽ നിന്ന് ഇത് ഇടിഞ്ഞ് വീണമെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഒരു 6 മാസമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. ഈ മലമൂള അവിടെയൊക്കെയാണ് തിരിഞ്ഞ്, അവിടെ ഇത് കിടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെയാണ് തിരിഞ്ഞ് വണ്ടിയെല്ലാം ഇവിടുന്ന് തന്നെയാണ് വണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. അന്ന് മലയിടിച്ചിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണിത്. സ്ലൈഡ് ഉണ്ടാകും ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ അർജുൻ്റെ ലോറി പോയത് ഗൈസ്. ഓക്കെ, അതിനകത്ത് നിൽക്കുന്നില്ല, പേടിയാണ് ഇവിടെ നിൽക്കാൻ, വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്താണ്, ഇവിടെയാണ് അർജുൻ്റെ വണ്ടി പോയ സ്ഥലം. ഓക്കെ, കണ്ടോ, ഇവിടെയാണ് മണ്ണൊക്കെ പൊക്കി നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഈ അമ്പലം ഉണ്ടായിരുന്നു, അവിടെയാണ് ആ പൂ കുത്തി വെച്ചേക്കുന്നത്. ആ അമ്പലം എല്ലാം വെള്ളത്തിനടിയിൽ പോയി. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക്. വണ്ടി ഈ ഒരു സ്ഥലം മൊത്തം ഒന്നും ഇല്ലാതായിപ്പോയി, ഒരു ഫുള്ളും ഒന്നും ഇല്ലാതായിപ്പോയി. ഈ സൈഡ് മൊത്തം ലാൻഡ് സ്ലൈഡ് എപ്പം വേണമെങ്കിലും വരാം. മഴയുണ്ട് ഇവിടെ, എപ്പം ലാൻഡ് സ്ലൈഡ് വരാൻ മേലൊന്നുമില്ല. ഈ സമയത്ത് എനി ടൈം വരാം. അന്ന് അർജുൻ്റെ ലോറി തപ്പി മണ്ണ് പൊക്കിയിട്ട് മണ്ണുകളാണ് കിടക്കുന്നത്. ഈ ഭാഗത്ത് കടകളിലൊക്കെ ഉണ്ടാകുന്നത്, ആ കടകളിലെല്ലാം ആൾക്കാരോട് ചോദിക്കും, ഇവർ ഇവിടെ നിന്ന് കണ്ടായിരുന്നു ഈ ന്യൂസിനകത്ത്. അവിടെയാണ് അർജുൻ്റെ വണ്ടി ലാൻഡ് സ്ലൈഡ് ചെയ്ത് മറിഞ്ഞ സ്ഥലം. ആ ഏരിയയിലാണ് അർജുൻ്റെ വണ്ടി. ഇതാണ് ഗംഗാവാലി റിവർ.